ശ്രീ പണിക്കർ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? പറയുന്നത്. വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? ചോദ്യങ്ങൾ കഠിനമാകുമ്പോൾ അദ്ദേഹത്തിന് വിറയൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ആ ഒരു ദേഷ്യം അദ്ദേഹത്തിൽ പ്രകടമാകുന്നുണ്ട്. ശ്രീ പണിക്കർ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നോക്കൂ, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കോ ഇവിടുത്തെ വിഷയങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതൊരു റിയാലിറ്റിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ശ്രീ പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതിനെ താൻ വിമർശിച്ചിട്ടില്ല എന്നാണ്. അത് നുണയാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നുണയാണ് എന്ന് പറയുന്നതിന് നമ്മൾ LDFന്റെ അജണ്ട പിന്തുടരുന്നു എന്നൊന്നും കോൺഗ്രസിന്റെ സുഹൃത്ത് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം അദ്ദേഹം 2023 ഈ ഹെലികോപ്റ്റർ ഉപയോഗം എന്ന് പറയുന്നത് ധൂർത്താണ്, പിണറായി വിജയന്റെ ധൂർത്താണ്, അതില്ലാതെയാക്കണം എന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹെലികോപ്റ്ററിനെ പറ്റി, ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ പറ്റി അദ്ദേഹം നെഗറ്റീവ് ലൈറ്റിലാണ് കണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ന്യായം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പ്രിൻസിപ്പിൾഡ് പൊസിഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാ മാസവും 80 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, 25 മണിക്കൂർ അതുകൊണ്ട് പറക്കാം, അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങ് ഉപയോഗിക്കരുതോ എന്നാണ് പറയുന്നത്. അതായിരുന്നില്ലല്ലോ അദ്ദേഹം ഇതുവരെ പറഞ്ഞത്. ഇതൊരു അധിക ചെലവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ അധിക ചെലവിന് വേണ്ടിയിട്ട് മറ്റൊരു സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗം ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളതായിരുന്നു. അതല്ലാതെ പണ്ട് കോൺഗ്രസിന്റെ സുഹൃത്തിനെ ഞാനൊരു സംഭവം ഓർമ്മിപ്പിക്കാം. 2011-12 എനിക്ക് തോന്നുന്നത് അന്ന് IT മിനിസ്റ്റർ ആയിരുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ്. അന്ന് അദ്ദേഹം വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് 140 MLA-മാർക്കും ഒരു iPad കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത് സ്വീകരിക്കാതിരുന്ന ഒരൊറ്റ MLA മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. അദ്ദേഹത്തിനൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, എന്തായാലും അദ്ദേഹം അത് വാങ്ങിയില്ല. ഇന്നലെ സതീശൻ പറഞ്ഞിരിക്കുന്ന ന്യായം അന്ന് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്തായാലും ഈ iPad വാങ്ങിയല്ലോ, എന്തായാലും അതിന്റെ പണം സർക്കാർ കൊടുത്തല്ലോ, എന്തായാലും അതിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഉപയോഗിച്ചാൽ എന്താണ്? പക്ഷെ പ്രിൻസിപ്പിൾ എന്നൊരു കാര്യമുണ്ട്. ആ പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് VS അച്യുതാനന്ദൻ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന നയവും നമ്മൾ സ്വീകരിക്കുന്ന പ്രിൻസിപ്പിളും പിന്നീടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ എല്ലാ കാലത്തും ഓഡിറ്റ് ചെയ്യും എന്നുള്ളത്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഉപയോഗിച്ചത് കൊണ്ടും തെറ്റില്ല ശ്രീ പണിക്കർ. പക്ഷെ ഇവിടെ ഒരു അടിയന്തര സാഹചര്യം എന്ന് പറയുവാൻ ഒന്നുമില്ല. ഏതോ ഒരു ഇൻവെസ്റ്റർ, അദ്ദേഹം കൊച്ചിയിലിരുന്ന്, ഇൻവെസ്റ്റർ എന്ന് പറയുന്നയാൾ കൊച്ചിയിലിരുന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഇവിടെ വന്ന് എന്നെ കാണാൻ എന്ന്. അതിന് ഒരു തവണ പറന്ന് കാലാവസ്ഥ മോശമായതിനാൽ തിരികെ പറക്കുന്നു, അതിനുശേഷം വീണ്ടും ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 2:50 എന്തുകൊണ്ടാണ് കൊച്ചിയിൽ എത്തിയത്. മഞ്ജുഷ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ശ്രീ VD സതീശൻ ഇന്നലെ വിശദീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വിശദീകരണം തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായത്തിനാണ് ഞാൻ VS അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞത്. 2, പിണറായി വിജയനെ അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് നുണയാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി മറ്റുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം നോക്കൂ. ആരെ കാണാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തായിരുന്നു അടിയന്തര സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞോളൂ. എന്തായിരുന്നു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരെയാണ് കണ്ടത് എന്നുള്ളത് മാധ്യമങ്ങളോട് പറയില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞാൽ എന്തോ മുടക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് മണിച്ചിത്രത്താഴ് ഡയലോഗ്, ആ സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യം ഒരു ഡയലോഗുണ്ട്. ഇന്നസെന്റ് ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്ററെ തപ്പും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ രാഘവോ എന്ന് വിളിച്ചിട്ട് കാണാത്തപ്പോൾ പറയും, ഒളിച്ചിരുന്നാണോ പെയിന്റ് അടിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് VD സതീശനോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഒളിച്ചിരുന്നാണോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചർച്ചകൾ എന്ന് പറയുന്നത് എന്നു മുതലാണ് സ്വകാര്യമായത്? ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എന്താ? ആൾക്കാരുടെ മുഖത്ത് 50 പൈസയുടെ കവർ മേടിച്ചിട്ട് അത് ആരാണെന്ന് അറിയാതെയാണോ ഇവിടെ നടത്തിയിരുന്നത്? ഇവിടെ ചർച്ചയ്ക്ക് ഇന്ന ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്, അതിനുശേഷം അവരോട് ഇന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ഇത്ര രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടുണ്ട് എന്നൊക്കെയുള്ളത് പരസ്യമായിട്ടുള്ള വിവരമല്ലേ? ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞ് സർക്കാർ നടത്തിയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് ഇവിടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇത് അറിയാതെയാണോ? അപ്പൊ എന്നു മുതലാണ് ഇതൊക്കെ തന്നെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് സ്വകാര്യമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി മാത്രം അറിയേണ്ടുന്ന സ്വകാര്യ ഇൻഫർമേഷൻ ആയിട്ട് മാറിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമതൊരു ചോദ്യം, അദ്ദേഹം പറഞ്ഞ എന്താ, തമിഴ്നാടുമായിട്ടുള്ള എന്തോ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ തമിഴ്നാട്ടിലും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നോക്കുന്നുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടു, അപ്പം അത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് ഈ ഇൻഹരികർ നഗർ സിനിമയിലൊക്കെ കാണുന്ന പോലെ. നോക്ക്, ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട് മുഖ്യമന്ത്രി ഈ ഇൻവെസ്റ്റർമാരെ എവിടെ വെച്ചിട്ടാണ് കണ്ടത്? കോൺഗ്രസിന്റെ സുഹൃത്തിന് പറയാമോ? ഏത് സ്ഥലത്ത് വെച്ചാണ് കണ്ടത്? പറയൂ. മധുരൈ വെച്ചിട്ടാണോ കണ്ടത്? അതോ കോയമ്പത്തൂർ വെച്ചിട്ടാണോ കണ്ടത്? അതോ ചെന്നൈയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണോ കണ്ടത്? എവിടെ വെച്ചാണെന്ന് പറയണ്ടേ? അത് പറയുന്നില്ല.
അപ്പൊ അദ്ദേഹത്തിനെ ചെന്ന് കാണേണ്ട ആൾക്കാർ അദ്ദേഹത്തിനെ ചെന്ന് കാണുന്നു. അപ്പൊ അതേപോലെ തന്നെ എന്തുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കാണുന്നില്ല? ഇവിടെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്, പോട്ടെ, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി ആരെങ്കിലും കാണുന്നതിൽ എനിക്ക് തർക്കമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. സർക്കാരിന് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം പൊക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അദ്ദേഹം ആരെ കാണാൻ പോയതെന്ന് കോൺഗ്രസിന്റെ സുഹൃത്തിന് അറിയുമോ? അദ്ദേഹവുമായി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് അതിനുവേണ്ടി പോകാൻ വന്ദേ ഭാരത് ടിക്കറ്റും അദ്ദേഹം ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ നിശ്ചയിച്ച കൂടിക്കാഴ്ച വേണ്ട എന്ന് വെച്ച് ഡൽഹിയിലെ എന്തോ കാര്യം പ്രയോറിറ്റൈസ് ചെയ്ത് പോകാൻ പോയ ആൾക്കാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. ഞാൻ ചോദിച്ചിരുന്നത് കേരളത്തിനോട് എന്ത് താല്പര്യം അവർ കാണിച്ചത്? കേരളത്തിലെ ഈ വന്ദേ ഭാരതിൽ പോകാൻ നിശ്ചയിച്ചതും വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്തതും ഇതേ ആളുകളെ കാണാൻ വേണ്ടിയല്ലേ? എന്നിട്ട് അവരെന്തോ യാത്ര നേരത്തെ ആക്കിയതുകൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്താഴത്തിനുള്ള ഒരു മീറ്റിംഗ് എന്ന രീതിയിലത്തേക്ക് മഞ്ജുഷ്, അത്താഴത്തിനുള്ള ഒരു മീറ്റിംഗുമായി ബന്ധപ്പെടുത്തി നേരത്തെ കൂട്ടി തീരുമാനിച്ച് മുഖ്യമന്ത്രി അവിടെ ചെല്ലാനായിട്ട് വന്ദേ ഭാരതിന്റെ ടിക്കറ്റും ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനം ആ മീറ്റിംഗിനേക്കാൾ പ്രയോറിറ്റി ഉള്ള മറ്റൊരു കാര്യത്തിന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഡൽഹിയിൽ പോകണം എന്ന് അവർ പറഞ്ഞാൽ അവർ കേരള മുഖ്യമന്ത്രിക്കും കേരള സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റ്മെന്റിനും തരുന്ന വില എന്താണ്? പുല്ലുവില എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ. ഒന്ന്. രണ്ട്, അന്നേരം മുഖ്യമന്ത്രിക്ക് അവരോട് പറയാമായിരുന്നു, അതായത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഉടനടി എത്താൻ കഴിയില്ല, കാരണം ഈ സംസ്ഥാനത്ത് ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, മറ്റു പല കാര്യങ്ങളും ഞാൻ ഇവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു വീഡിയോ കോൾ നടത്തിയതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, ഉടനെ തന്നെ നിങ്ങളെ കാണണമെങ്കിൽ ഡൽഹിയിൽ വന്നിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു, നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞില്ല? ഇനി എന്തുകൊണ്ട് മോശമായിട്ടുള്ള കാലാവസ്ഥയാണ്, എനിക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് മോശം കാലാവസ്ഥയെ റിസ്ക് ചെയ്തുകൊണ്ട് 2 തവണ യാത്ര ചെയ്തിട്ട് അവരെ പോയി കണ്ടത്? അപ്പോൾ അവരാരാണെന്ന് പറയട്ടെ. ഇനി ആരോടും പറയാതെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ടാറ്റ 10,000 കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആരാണ്? മാധ്യമങ്ങളാണോ പറഞ്ഞത്? ഇത് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ ആരും തെറ്റായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് ഇറക്കിയിട്ടില്ല, അത് ഇറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. നുണ പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ശ്രീ റജിൻ, ഇത് നുണയാണെന്ന് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം പറയണം ആരാണ്, ആരെ കാണാനാണ് പോയത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വിവരം എന്ന് പറയുന്നത് അദ്ദേഹം ഭാര്യ പിതാവിനെ കണ്ടു, ട്രീറ്റ്മെന്റിലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അത് കണ്ടോട്ടെ, അതൊന്നും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മറുവശത്ത് അദ്ദേഹം കള്ളം പറയുകയാണ്. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് ശ്രീജിത്ത് പണിക്കര് വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അവതരണ രീതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷെ അതിനകത്ത് ഏത് പബ്ലിക് ഡൊമൈനിലാണ് ഇൻവെസ്റ്റർമാരെ ഒരു സർക്കാർ, ഒരു ഗവൺമെന്റ് സംവിധാനം വിസിറ്റ് ചെയ്യുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് അദ്ദേഹം അല്ലല്ല ഗ്ലോബൽ ഇൻവെസ്റ്റർ അവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് പിന്നെ കാണുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ രേഖപ്പെടുത്തിയിട്ടേ ചെയ്യാവൂ എന്ന് ഏത് രീതിയിലാണ് ഞാൻ താങ്കൾ പറഞ്ഞു കേട്ടോ. അല്ല, ഞാൻ താങ്കൾ പറഞ്ഞു കേട്ടോ. സാർ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഞാൻ മിണ്ടായിരുന്നു കേട്ടുകൊണ്ടിരിക്കുക. താങ്കൾ പിന്നെ പറഞ്ഞ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കളുടെ അജണ്ട എന്ന് പറയുന്നത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ എന്തൊക്കെ ആക്കി കാണിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടെ അങ്ങനെയൊന്നും ആ ശ്രമവും നടപ്പില്ലെന്നേ സാർ ഇത് പറയുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ല, ചോദ്യമല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കണ്ട ആളുകൾ താങ്കളെ കാണുവാൻ ഒരു കോമ്പറ്റീഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനമാണ്, കുറച്ച് ഹൈഡ് ചെയ്യേണ്ട കാര്യമാണ്, അതിന് വരും ദിവസങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒളിച്ചും മറഞ്ഞൊന്നുമല്ലോ അദ്ദേഹം പറഞ്ഞത്, കോടതിയുടെ മുന്നിലൊന്നുമല്ലോ പറഞ്ഞത്, അന്വേഷണ കമ്മീഷന്റെ മുന്നിലൊന്നുമല്ലോ പറഞ്ഞത്, മാധ്യമങ്ങളുടെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പ്രസ് മീറ്റിൽ കൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന രീതിയിലേക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയി. അത് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല, അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അവിടെ എന്താണ് അസ്വാഭാവികമായി സംഭവിച്ചത്? ഒന്നുമില്ല. ആ രീതിയിൽ അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങൾ സാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ടാകും. ഏത് പബ്ലിക് ഡൊമൈനുമായി ആൾക്കാരെ ചുമ്മാതെ അവതരണ രീതി കൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്, അത് ശരിയല്ല. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ പറയുന്ന ഞാൻ പറയട്ടെ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ ചിപ്സൺ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹെലികോപ്റ്റർ അതുമായി ബന്ധപ്പെട്ട് ഈ മാസം ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം കള്ളം പറഞ്ഞിരുന്നു. പിന്നെ ടാറ്റ തന്നെ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകുകയായിരുന്നു, അങ്ങനെ ഒരു നിക്ഷേപം ടാറ്റ തന്നെ പറഞ്ഞു ഇത് നുണയാണെന്ന്. രജനി, പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടർച്ചയായി കള്ളം പറയുന്നു എന്ന രീതിയിലുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞു കേട്ടോ. അത് ഒരിക്കലും പ്രസ് മീറ്റിൽ പറഞ്ഞൊന്നുമല്ലോ. അദ്ദേഹം ഒരു പൊതുവേദിയുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറിനകത്ത് അദ്ദേഹം ആ ഏവിയേഷനുമായി അല്ല
പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സമുദ്ര മിഷന്റെ ഒരു ഒരു സെമിനാറിലാണ്. ആ സെമിനാറിൽ പങ്കെടുത്ത ആളുകൂടിയാണ് ഞാൻ. അപ്പൊ ആ സെമിനാറിൽ ബന്ധപ്പെട്ട് അദ്ദേഹം ആ മിഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പ്രസ് മീറ്റ് വന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു കൂട്ടേ, താങ്കൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചത്, താങ്കൾ എത്രയോ സമയം സംസാരിച്ചു. നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന് മുഖ്യമന്ത്രി അതിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല. അത് ടാറ്റയാണ് തിരുത്തൽ വരുത്തിയത്. പരസ്യമായി സംസാരിക്കുന്ന വേദിയിൽ നുണ പറയും. അങ്ങനെയാണെങ്കിൽ അല്ലല്ല, അത് ശരിയല്ലല്ലോ എന്നല്ലല്ലോ പറഞ്ഞത്. പ്രസ് മീറ്റുകളിലും പരസ്യ സമ്മേളനങ്ങളും എല്ലാം അദ്ദേഹം പറയുന്നതിനകത്ത് ശരികേടുകളില്ലേ? അദ്ദേഹം പറയുന്നത് ശരികേടുകളില്ല എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ശരിയാണെന്നാണോ ശരികേടാണെന്നാണോ ടാറ്റ പറഞ്ഞത്? ഇങ്ങനെ നട്ടലില്ലാതെ ന്യായീകരിക്കുന്നത്? അല്ല, നിങ്ങളാണേ, നിങ്ങൾ ഈ നട്ടലില്ലാതെ വേറെ ആരുടെ ഈ പറയുന്ന രീതിയിലേക്ക് ആളുകൾ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന CPM-ന്റെ അല്ലെങ്കിൽ BJP-യുടെ ഒക്കെ ഔദാര്യം വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് ചർച്ചയുടെ മര്യാദയില്ലേ? താങ്കൾ പറഞ്ഞപ്പോഴെന്നാണ് ഞാൻ ഇടപെട്ടോ? താങ്കൾ അവതരിപ്പിച്ച രീതി ശരിയല്ല. താങ്കൾ പറയുന്നത് ശരിയല്ല എന്നല്ലേ പറഞ്ഞത്? താങ്കൾ പറയുന്നത് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയെ വെറും നുണപ്രചരണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് വലിയ പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ചുമ്മാതെ വന്നിരുന്നിട്ട് വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. അത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നില്ല. ശ്രീജിത്ത് പണിക്കർ അതൊക്കെ കൈവച്ചിരുന്നാൽ മതി. നമ്മൾ അംഗീകരിച്ചു പോകുന്നത് പൊതുജനങ്ങൾ അത് അംഗീകരിക്കത്തില്ല. പൊതുജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇവിടെ 102 സീറ്റുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞു പോകാൻ പറ്റില്ല. നുണ പറഞ്ഞു പോകാഞ്ഞപ്പോഴാണ് ടാറ്റ ആരാണ് നുണ പറഞ്ഞു പോകുന്നത്? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ നോക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് കണ്ടത്? തമിഴ്നാട് മുഖ്യമന്ത്രി ചെന്നൈ വെച്ച് കണ്ടോ, കോയമ്പത്തൂർ വെച്ച് കണ്ടോ, എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ കോൺഗ്രസ് പ്രതിനിധികൾ ഇവിടെ വന്നിരിക്കുന്ന വ്യക്താക്കളോട് ചോദിക്കുകയാണ്. എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയാം. തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ച് കണ്ടോ? ഞങ്ങൾ വന്നിരുന്നു. താങ്കൾ പറഞ്ഞ ബോധ്യപ്പെടുന്നുണ്ടോ? താങ്കൾ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്. താങ്കൾ പ്രധാനമന്ത്രിയോട് ചോദിക്കും, നരേന്ദ്രമോദിയോട് ചോദിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെയൊക്കെ വെച്ച് കണ്ടത്? അതേപോലെ അതാണോ ഞങ്ങൾ ചോദിക്കേണ്ടത്? അങ്ങനെ പറയരുത്. അങ്ങനെയൊന്നും പറഞ്ഞു പോലെ ഒരു ചർച്ച കാത്തിരിക്കുമ്പോ അതിന്റെ മാന്യത കാണിക്കണം. താങ്കൾ പറയുന്ന എല്ലാം സത്യമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ചുമ്മാ അവതരണ രീതി കൊണ്ട് വരരുത്. അതൊന്നും ശരിയല്ല. അത് ശരിയല്ല. അല്ല, ടാറ്റയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി കേട്ടോ. രജൻ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി. നമുക്ക് ആ തർക്കത്തിലേക്ക് പോകേണ്ട. ശ്രീ എം കെ ഹരിദാസ്, മുഖ്യമന്ത്രി VD സതീശൻ തുടർച്ചയായിട്ട് നുണ പറയുന്നയാൾ എന്ന ഇമേജ് വരുന്നത് അത് ഒട്ടും ഭൂഷണമായ കാര്യമല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ അദ്ദേഹം കാണിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയാണ് ചെയ്യുന്നത്. ശ്രീ എം കെ ഹരിദാസ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.